രാവിലെ തന്നെ ഈ പോകുന്നത് പരവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ചെറിയൊരു പരാതി കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ എന്ത് ഭംഗിയാണല്ലോ മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ. SBIയുടെ ഫ്രണ്ടിലുള്ള ഒരു അങ്കിളുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ പരാതി എഴുതാൻ കൊടുത്തത്. പുള്ളി ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ പുള്ളിയുടെ ഇഷ്ടത്തിന് പരാതികൾ എഴുതി കൂട്ടുമായിരുന്നേ. എഴുതുന്ന പരാതിയാണെങ്കിലോ ഒന്നാർക്കും വായിച്ചെടുക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡ് റോഡിന്റെ അടുത്തുള്ള ഒരു കടയിൽ വന്നിട്ടാണ് കേട്ടോ പരാതി എഴുതുന്നത്. നല്ല വൃത്തിയായിട്ട് ആങ്കിൾ എനിക്ക് പരാതി എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പരാതി എല്ലാം കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പഴുത്ത മാങ്ങയുടെ മണമായിരുന്നു കേട്ടോ അതിന്. പിന്നെ ഈ മാങ്ങ ഇങ്ങനെ കടിച്ചു ഊറി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഉടച്ചിട്ട് അതിന്റെ അറ്റത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കടി കൊടുത്തിട്ട് അതിങ്ങനെ അതിനകത്തുള്ള ആ ഒരു ജ്യൂസ് പോലെ അതിനുള്ളിൽ കാണും കേട്ടോ. അതിങ്ങനെ ഊറി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര മധുരമാണ് കേട്ടോ. മാത്രമല്ല നിച്ചുകൂടം കുറേ ദിവസമായി കേട്ടോ മാമ്പഴ പുളിശ്ശേരി ചോദിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ പിന്നെ നല്ല പഴുത്ത മാങ്ങ കിട്ടിയതല്ലേ, അതും നല്ല ഊറി കുടിക്കുന്ന നാട്ടുമാങ്ങ. ഇത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ മാങ്ങ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഒരു മാങ്ങയ്ക്കും കിട്ടൂല. നിച്ചുകൂട്ടന് മാത്രമല്ലേ എന്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി. ഈ ഒരു കറി മാത്രം മതി, ഞാൻ ഒരു പ്ലേറ്റ് ചോറുണ്ണും. അങ്ങനെ ഫൈനലി നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തില് ഇന്ന് ചിക്കൻ കറിയും കൂടി ആയിരുന്നു കേട്ടോ ഇവിടെ. രണ്ടും തമ്മിൽ ഒരു കോമ്പിനേഷനും ഇല്ല. പക്ഷെ എനിക്ക് നിച്ചുവിനൊക്കെ മാമ്പഴ പുളിശ്ശേരി എന്ന ധാരാളത്തില് ഞാൻ ഇന്നൊരു ഡെസേർട്ടും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാലും കൂടി വേണമായിരുന്നു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ പാല് ഒരു കവർ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ അപ്പുസ്റ്റേറിലേക്ക് വന്നു, പാലും വാങ്ങി, കസ്റ്റാർഡും ഉണ്ടാക്കി, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ട് ചെറിയൊരു ഡെസേർട്ട് ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഈ നോമ്പിനൊക്കെ നമ്മൾ നോമ്പ് തുറക്കൊക്കെ മിക്കവരുടെ വീട്ടിലുണ്ടാവുന്ന കാര്യമാണ് കേട്ടോ. പക്ഷെ നല്ല ഞാനൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയത്. കുറച്ച് മഴക്കോള് കണ്ടപ്പോഴേക്കും നിച്ചുകൂട്ടാനെ വിളിക്കാൻ തുടങ്ങി, മമ്മി ഡ്രസ്സ് എടുക്കുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ പരാതിയുടെ കാര്യം എന്താണല്ലേ, ഇപ്പോ പരവൂർ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഇൻചാർജ് ഉള്ളത് യങ് ആയിട്ടുള്ള ഒരു ലേഡി ഓഫീസറാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, മാഡം പൊളിയാണ്. രണ്ടു കൂട്ടർക്കും തട്ടുകേടില്ലാത്ത വിധം മാം അത് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.